നമസ്കാരം. മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് ദിലീപും മഞ്ജു വാര്യരും. മഞ്ജു വാര്യർ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കിയിരുന്നു. 1988-ലായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വിവാഹം കഴിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത്. കരിയറിൽ മഞ്ജു കത്തി നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ വിവാഹം. സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറുള്ളത് കൊണ്ട് മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ. എന്നിരുന്നാലും ദിലീപ് മഞ്ജു വാര്യർ ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുകയായിരുന്നു. അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു വാര്യർ. പ്രഗത്ഭരായ നിരവധി നടിമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിന് ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചില്ല. നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ചായിരുന്നു മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് വന്നത്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യുവിലെ വരവിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത്. രണ്ടാം വരവിലെ സിനിമാ ജീവിതം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളും കഥയും ഒക്കെയായി ആസ്വദിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിലും അത്യന്തം ആഘോഷിക്കുകയാണ് മഞ്ജു. മഞ്ജുവിന് സിനിമയ്ക്കകത്തും പുറത്തും നിരവധി സുഹൃത്തുക്കളാണുള്ളത്. അതിൽ പ്രധാനികളാണ് കുഞ്ചാക്കോ ബോബനും കുടുംബവും, രമേശ് പിഷാരടിയും കുടുംബവും ഒക്കെ. ഇവർ ഒന്നിച്ചാണ് യൂറോപ്യൻ കൺട്രീസ് അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം യാത്രകൾ ചെയ്യുന്നത്. വിശേഷ അവസരങ്ങളും വെക്കേഷനുകളും ഒക്കെ ഇവർക്ക് ഒരുമിച്ചാണോ എന്നുള്ളതൊന്നും നോക്കില്ല. സമയം കിട്ടിയാലൊക്കെയും ഈ ടീം യാത്ര പോകും. വളരെ മനോഹരമായ രീതിയിൽ ആ യാത്രയെ ഒപ്പിയെടുക്കുകയും വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്യും. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ യൂറോപ്പിലാണ് മൂവർ സംഘം. ന്യൂ ഇയർ ദിവസം തന്നെ സരസമായ ഒരു ക്യാപ്ഷനിലൂടെ ആ വിശേഷ പിഷു പങ്കിടുകയും ചെയ്തു. ഇപ്പോഴിതാ ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു, ഓരോ നിമിഷവും ആസ്വദിക്കാൻ എന്ന ക്യാപ്ഷനിൽ മനോഹരമായ ഒരു വീഡിയോ ആണ് മഞ്ജു പങ്കിട്ടത്. വീഡിയോ പങ്കിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വൈറലാവുകയും ചെയ്തു. പതിവ് പോലെ മഞ്ജുവിനും കൂട്ടാളികൾക്കും ഒപ്പം ബിനീഷ് ചന്ദ്രനുമുണ്ട്. ബിനീഷാണ് വീഡിയോ പകർത്തിയത്. മഞ്ജുവിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഒരു സഹോദര ബന്ധം മഞ്ജുവിനും സംരംഭകനായ ബിനീഷിനും ഇടയിലുണ്ട്. നല്ല ബന്ധങ്ങൾ കൂടെ ഉണ്ടാവുമ്പോഴാണല്ലോ ഉയർച്ചകൾ കീഴടക്കാൻ സാധിക്കുന്നത്. മഞ്ജുവിനെ ഏറ്റവും ഭംഗിയായി പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലും ബിനീഷ് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മഞ്ജുവിന്റെ തന്നെ ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. അതേസമയം പിഷുവിനോടും ചിലർ ചോദ്യങ്ങളുമായി എത്തി. നിങ്ങൾ എന്താ കുമ്പിടിയാണോ? ഇടയ്ക്ക് ദിലീപേട്ടന്റെ കൂടെയും കാണും, പിന്നെ ഇടയ്ക്ക് മഞ്ജു ചേച്ചി ടീമിന്റെ കൂടെയും കാണും. നിങ്ങൾ സത്യത്തിൽ ആരുടെ സുഹൃത്താണ് എന്നുള്ള ചോദ്യങ്ങളും കമന്റുകളിൽ നിറയുന്നുണ്ട്.